गुड मॉर्निंग जेकब साहब। कैसे हो रविंदर? जी ठीक हूँ साहब। ये रख लो, ठीक है. बाय, താങ്ക് യു. പപ്പ എന്തിനാ അയാൾക്ക് എപ്പോഴും കാശ് കൊടുക്കുന്നത്? അയാൾക്ക് കെട്ടിക്കാൻ പ്രായത്തിലുള്ള ഒരു മോളുണ്ടോ? പിന്നെ ഈ 10 ദിർഹംസ് വെച്ചിട്ട് അയാൾ മോളെ കെട്ടിക്കാൻ പോലെ. ഇവിടുത്തെ ചെലവും വാടകയൊക്കെ കഴിഞ്ഞിട്ട് ചെറിയ പൈസ അയാൾക്ക് നാട്ടിലേക്ക് അയക്കാൻ പറ്റുള്ളൂ. ഇയാളുടെ മോള് നല്ല അസാധ്യമായിട്ട് വരയ്ക്കും. പക്ഷേ അവളെ പഠിപ്പിക്കാനൊന്നും അയാളെ കൊണ്ട് പറ്റുന്നില്ല. 100 കൂട്ടം പ്രശ്നങ്ങളാണ്. ഈ തണുപ്പത്ത് അവനൊരു ചായയെങ്കിലും കുടിക്കട്ടാ. പപ്പ എന്നാ പിന്നെ അയാളുടെ മോളെ ഞാനും കെട്ടിയാലോ? അയാൾ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, ആർക്ക് പോയി? അയാൾക്ക് പോയി. ഈ ബിസിനസ് മീറ്റിങ്ങിന് നമ്മളെപ്പോഴും രാവിലെ തന്നെ പോകണം. രാവിലെ ആകുമ്പോൾ എല്ലാവരും നല്ല ഫ്രഷ് ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും, മനസ്സിലിത്തിരി നന്മയൊക്കെ ഉണ്ടാവും. ഈ നന്മ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. ആരെ കാണാൻ പോകുമ്പോഴും നമ്മൾ അയാളെക്കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യണം. ഈ ചീട്ട് കൊട്ടാരം പോലെ തകർന്നിരിക്കുമ്പോഴും എതിരെ നിൽക്കുന്ന ആളുടെ കണ്ണിൽ നോക്കി നല്ല ഫുൾ കോൺഫിഡൻസിൽ സൂര്യന് താഴെ എന്തിനെക്കുറിച്ചും കൺവിൻസിംഗ് ആയിട്ട് സംസാരിച്ച് കച്ചവടം ചെയ്യാൻ അറിയുന്നവനാണ് യഥാർത്ഥ ബിസിനസ് മാൻ. ഈ യൂസഫ് അലിയൊക്കെ പോലെ അല്ലേ? യൂസഫ് അലിയെ പോലെ അല്ലടാ, നിന്റെ അപ്പനെ പോലെ. എന്ത് നല്ല റോഡല്ലേ, ഡെവലപ്മെന്റ് എന്നൊക്കെ പറഞ്ഞ ഇതാണ്. ഇതൊക്കെ എന്ത്? ഇവിടെ ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ. അതൊക്കെ നമ്മുടെ നാട്. നമ്മുടെ കയ്യിൽ നിന്ന് ടാക്സ് ഒക്കെ വാങ്ങി റോഡിലെ കുണ്ടും കുഴിയൊക്കെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു പഴയ KSRTC ബസ്സിൽ ഇങ്ങനെ ഡുഗു 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 എന്ന് പറഞ്ഞ് പോണം. അതൊക്കെ അല്ലടാ വികസനം. നീ KSRTC ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇനി നാട്ടിൽ പോകുമ്പോൾ നമുക്കൊന്ന് കയറാം. ഒരു മലയാളി ആവണമെങ്കിൽ ലൈഫിൽ ഒരു തവണയെങ്കിലും ഒരു KSRTC ബസ്സിൽ കയറിയിരിക്കണം. ഇന്ന് പോയ വീട് കാണാ, എന്ത് രസമല്ലേ. ആദ്യം അയാൾ ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും തരായിരുന്നില്ല. പിന്നെ നമ്മൾ അയാളെ അവസാനം സമ്മതിപ്പിച്ചു. പറയട്ടെ അമ്മ, ഇവന് ഗേൾ ഫ്രണ്ട് ഉണ്ട്, രണ്ടുപേരും ഒരുമിച്ച് നടന്നു പോകണം. പ്രിൻസിപ്പൽസ് അനൗൺസ്മെന്റ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് ഒരാൾ MBBS ചേരാൻ പോകുന്നു. നല്ല വിവരവും വെള്ളിയാഴ്ചയുമുള്ള ഒരു ഡോക്ടറായിട്ട് അവൾ തിരിച്ചു വരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈ ഡിന്നർ ഞാൻ എൻ്റെ അമ്മുക്കുട്ടിക്ക് ഡെഡിക്കേറ്റ് ചെയ്യും. പിന്നെ എല്ലാവരോടും ഒരു കാര്യം, മറ്റന്നാളാണ് അമ്മ ഇവിടുന്ന് പോകുന്നത്. നാളെ ഒരു ദിവസം നമ്മൾ എല്ലാവരും ഫാമിലിക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. നമ്മൾ ഒരുമിച്ച് പുറത്തു പോകുന്നു. സിനിമ, ഷോപ്പിംഗ്, ഡെസേർട്ട് ഡ്രൈവ്, ബെല്ലി ഡാൻസ്. അത് വേണ്ട ചായ. കേരള അമ്മമാർ പോലെ സംസാരിക്കരുത്. അടിപൊളിയാണ് അല്ലേ? നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ നാളെ നോ അതർ പ്ലാൻസ്. ഫ്രണ്ട്സുമായിട്ട് പുറത്തു പോകുന്ന പരിപാടി ഇല്ല. അത് നിന്നെ ഉദ്ദേശിച്ച, നിന്നെ മാത്രം ഉദ്ദേശിച്ച. അമ്മ മാറി, ഞാൻ കഴുകാം. ഞാൻ കഴുകാളവിടെ. മുത്തന്തേ നീ അവിടെ ഉണ്ട്. എന്താ നീ നിങ്ങൾ വന്നേ, വാടാ. ആ വാതിലും കടച്ചേ. നാളത്തെ ഈ ഔട്ടിങ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫാമിലി മാത്രമായിട്ടൊരു പുറത്തു പോക്കിനൊക്കെയുള്ള ചാൻസ് കുറവാണ് അല്ലടാ? എന്താ ഇങ്ങനെ പറയുന്നത്? ഞാനങ്ങനെ ഒരു നെഗറ്റീവ് സെൻസിൽ പറഞ്ഞൊന്നുമല്ല. അമ്മു ഇനിയിപ്പോൾ വെക്കേഷൻസിനൊക്കെ മാത്രമല്ലേ വരുള്ളൂ. പിന്നെ അധികം വൈകാതെ നിൻ്റെ കല്യാണം, അത് കഴിഞ്ഞ് അടുത്ത ആളുടെ കുടുംബത്തിൽ മെമ്പേഴ്സ് കൂടുമല്ലോ. നമ്മുടെ കുടുംബത്തിൽ വരുന്ന കുട്ടികളൊക്കെ എൻ്റെ മക്കൾ തന്നെ ആയിരിക്കും. ഞാനവരെ അങ്ങനെ കാണും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഉണ്ടാക്കിയെടുത്ത എൻ്റെ കുടുംബം ഇതല്ലടാ. നിനക്ക് ഞാനൊരു സാധനം തരാം. ഞാൻ ദുബായിൽ വന്ന സമയത്ത്
എൻ്റെ ആദ്യത്തെ സേവിങ്സ് എന്ന് വാങ്ങിച്ച ക്യാമറയാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മൊമെന്റ്സ് ഒക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുള്ളത് ഈ ക്യാമറയിൽ. നാളെ നീ എനിക്കിതിൽ കുറച്ച് ഫോട്ടോസ് എടുത്തു തരണം, നമ്മുടെ ഫാമിലിയുടെ. അപ്പോൾ ഇത് ഫിലിം ഇടുന്ന ക്യാമറയല്ലേ, കുറച്ച് ഫോട്ടോസ് എടുക്കുമ്പോഴേക്കും തീരും. ഞാൻ എൻ്റെ പുതിയ ക്യാമറ എടുക്കാം. ഡിജിറ്റലിൽ എടുക്കുന്ന 100-300 ഫോട്ടോസ് ഒന്നും വേണ്ടടാ. ഒരു ചെറിയ ആൽബത്തിൽ സൂക്ഷിക്കാൻ നല്ല കുറച്ച് ഓർമ്മകൾ മതി. പറ്റുമോ? ഇങ്ങോട്ട് ഇറങ്ങാൻ നിനക്ക് മാത്രം കുളിച്ചാൽ മതിയോ? ഈ കാർ ഭയങ്കര ഓൾഡായി പപ്പ. പപ്പ നമുക്കൊരു ബെല്ലി വായിക്കാം. സിനിമക്കൊക്കെ പോകുമ്പോ ബെല്ലി എടുത്തോണ്ട് പോവാം. സൺഡേ ഔട്ടിങ്ങിന് റോൾസ് റോയ്സ്. വെള്ളിയാഴ്ച മീൻ മേടിക്കാൻ പോകാൻ ഫെറാറി ആയാലോ? യെസ് കറക്റ്റ്. നമുക്ക് വാങ്ങിക്കടാ. ഇതുങ്ങളെയൊക്കെ കെട്ടിച്ചു വിടാനുള്ളതാ. പപ്പയും മക്കളും കാശ് ചെലവാക്കാനുള്ള വഴി മാത്രം ആലോചിച്ചാൽ മതി. സമ്പാദിക്കാനുള്ള വഴി ഒന്നും ആലോചിക്കണ്ട. ഇനി എന്ത് സമ്പാദിക്കാനാണ്? എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം ദായി കാരണത്തിന്. ഐ ആം ദ വെൽത്തിയസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്. ഞാൻ ആരെ വേണമെങ്കിലും ചലഞ്ച് ചെയ്യാം. അംബാനിയെ വേണേൽ ചലഞ്ച് ചെയ്യാം, മിത്തലിനെ ചലഞ്ച് ചെയ്യാം, യൂസഫ് അലി വേണമെങ്കിലും ചലഞ്ച് ചെയ്യാടി. അവരൊക്കെ ഇപ്പോൾ ഉറങ്ങായിരിക്കും. അത് ശരിയാ. ഈ പാതിരാത്രിക്ക് ആരെയും ചാലഞ്ച് ചെയ്യണ്ട. നേരെ നോക്കി വണ്ടി ഓടിച്ചാ മതി. പപ്പ നേരെ നോക്കി വണ്ടി ഓടിക്കാൻ. പപ്പ ഒന്നും പേടിക്കണം, ഞാൻ എല്ലാം ശ്രദ്ധിച്ചോളാം. ശരി പപ്പ. അമ്മ ദേ കരഞ്ഞു ഓവറാക്കില്ലേ, അതുകൊണ്ട് എയർപോർട്ടിലേക്ക് വരണ്ടെന്ന് പറഞ്ഞേ. ശരി അമ്മ. ചെന്നിട്ട് ഫ്രണ്ട്സിൻ്റെ ഒക്കെ നമ്പർ അയച്ചേട്ടോ. വായി നോക്കി. ബൈ. ബൈ ജെറി. പോട്ടടാ മത്തേ. ഓക്കെ അമ്മു. പപ്പ ദേ കൂളിംഗ് ഗ്ലാസിന്റെ ഇടയിൽ കൂടി മഴ ചോരുന്നുണ്ടേ. ഇപ്പൊ എന്നെ പറഞ്ഞ വെറുതെ ആയില്ലേ. ബൈ. ശരി ബൈ. ബൈ. ടാറ്റാ. ഹലോ. ന്യൂസ് കണ്ടോ? ഇല്ലടാ, എന്ത് പറ്റി? വാർത്തകൾ വിശദമായി. ലോകമെങ്ങും സാമ്പത്തിക മാന്ദ്യത്തിന് ആക്കം കൂട്ടിക്കൊണ്ട് അമേരിക്കൻ ഓഹരി വിപണി തകർന്നടിഞ്ഞു. 1987 കനത്ത സാമ്പത്തിക തകർച്ചയ്ക്ക് ശേഷം അമേരിക്കൻ വിപണിയിലുണ്ടായ ഏറ്റവും വലിയ ദുരന്തമാണ് ഇന്നത്തേത്. ലോക മുതലാളിത്ത സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് തന്നെ ഇന്നൊരു ദുരന്ത ദിനമാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. അമേരിക്കയിലും ബ്രിട്ടനിലും ബാങ്കിംഗ് രംഗത്തുണ്ടായ കനത്ത തകർച്ചയുടെ ആഘാതം ഗൾഫ് നാടുകളിലും അലയടിക്കുമെന്നാണ് സൂചന. കെട്ടിട നിർമ്മാണ മേഖല, റിയൽ എസ്റ്റേറ്റ്, ഒപ്പം ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റു തൊഴിൽ മേഖലകൾ, ഇവയെല്ലാം വലിയ പ്രതിസന്ധി നേരിടാൻ സാധ്യതയുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. വിചാരിച്ചതിനേക്കാളും മോശം സിറ്റുവേഷനാണ്. ഇവിടെ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗത്തും. ദാ എൻ്റെ കൂടെ റൂം ഷെയർ ചെയ്യുന്ന വർഗീസിന്റെ ജോലി മിക്കവാറും പോകുന്ന അവസ്ഥയാണ്. തനിക്കെന്താ തോന്നുന്നേ ദുബായിയുടെ ഫ്യൂച്ചറിനെ പറ്റി? ചങ്കുറപ്പുള്ള കുറേ മനുഷ്യരുണ്ടാക്കിയെടുത്ത സിറ്റിയാണ് ഇത്. അതിൻ്റെ സ്ട്രെങ്ത് ഈ സിറ്റിക്ക് എന്തായാലും ഉണ്ട്. എന്തൊക്കെ കഷ്ടപ്പാടുകൾ ഉണ്ടായാലും അതെല്ലാം മറികടന്ന് ദുബായ് മുന്നോട്ട് തന്നെ പോകും.